ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് സെൻറ്റൻസുകളാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ലോങ് സെൻറ്റൻസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സെൻറ്റൻസുകളാണ്. അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ഫ്ലുവൻ്റ് ആയി പറയാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ കിടന്നു എന്ന് പറയുന്നുണ്ട്. കുറച്ച് വലിയ സെന്റൻസ് ആണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ കിടന്നു. പിന്നെ വീണ്ടും ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ സമയത്ത് വീണ്ടും ഉറങ്ങിപ്പോയി എന്നുകൂടി അതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സെന്റൻസ് പറയാം. വെൻ ഐ വോക്ക് അപ്പ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, നല്ല മഴയായിരുന്നു. സോ ഐ സ്റ്റേഡ് ഇൻ ബെഡ്. സ്റ്റേഡ് ഇൻ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്നു എന്നുള്ളതാണ്. എ ലിറ്റിൽ ലോങ്ങർ, കുറച്ച് സമയം കൂടി ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തു, അല്ലെങ്കിൽ കിടന്നു. പിന്നീട് ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയില്ലേ, ആ കിടന്ന സമയത്ത് ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. അപ്പൊ എങ്ങനെ പറയാ? ആൻഡ് വെന്റ് ബാക്ക് ടു സ്ലീപ്പ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാക്ക് എന്നുള്ളൊരു, അതായത് തിരിച്ചു വരിക അല്ലെങ്കിൽ തിരിച്ചു പോവുക പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. തിരിച്ച് ഞാൻ ഉറക്കത്തിലേക്ക് തന്നെ പോയി എന്നാണ്. തിരികെ ഉറക്കത്തിലേക്ക് തന്നെ പോയി, അതായത് വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ പോയി. ആൻഡ് വെന്റ് ബാക്ക് ടു സ്ലീപ്പ്. വെൻ ഐ വോക്ക് അപ്പ് ദിസ് മോർണിംഗ് it was raining heavily, so I stayed in bed a little longer and went back to sleep. വീണ്ടും ഞാൻ ഉറക്കത്തിലേക്ക് തന്നെ പോയി. ഞാൻ പോകാൻ തയ്യാറാകുമ്പോഴേക്കും മഴ നിന്നിരുന്നു, കാലാവസ്ഥയും നല്ലതായിരുന്നു. ഞാൻ പോകാൻ തയ്യാറാകുമ്പോഴേക്കും മഴ നിന്നിരുന്നു, കാലാവസ്ഥയും വളരെ നല്ലതായിരുന്നു. ബൈ ദ ടൈം ഐ ഗോട്ട് റെഡി ടു ലീവ്. അല്ലെ, ഞാൻ പുറപ്പെടാനിരിക്കുമ്പോഴേക്കും ഇതാണ് ബൈ ദ ടൈം. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ്. അല്ലെ, മഴ നിന്നിരുന്നു, കാലാവസ്ഥയും വളരെ നല്ലതായിരുന്നു. ആൻഡ് ദ വെദർ വാസ് മച്ച് ബെറ്റർ. ഞാൻ എല്ലായിടത്തും ഫോൺ അന്വേഷിച്ചു, പക്ഷേ പിന്നീട് അത് എൻ്റെ മുറിയിലെ മേശപ്പുറത്ത് കണ്ടു. എങ്ങനെ പറയാ? കുറച്ച് വലിയ സെന്റൻസ് ആണ്. ഞാൻ എല്ലായിടത്തും ഫോൺ അന്വേഷിച്ചു, പക്ഷേ അത് പിന്നീട് എൻ്റെ മുറിയിലെ മേശപ്പുറത്ത് കണ്ടു. ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ ഫോൺ എവ്രിവെയർ. ലുക്കിംഗ് ഫോർ ആണ്, അതായത് അന്വേഷിക്കുമ്പോൾ നമ്മൾ അറ്റിനേക്കാളും ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ ഫോൺ എവ്രിവെയർ. ഞാൻ എല്ലായിടത്തും ഫോൺ അന്വേഷിച്ചു. ബട്ട് ലേറ്റർ, പക്ഷെ പിന്നീട് ഐ ഫൗണ്ട്, ഞാൻ കണ്ടു ഇറ്റ്, അത് ഓൺ ദി ടേബിൾ ഇൻ മൈ റൂം. എൻ്റെ റൂമിലെ ടേബിളിന് മുകളിൽ ഞാൻ കണ്ടു. ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ ഫോൺ എവ്രിവെയർ ബട്ട് ലേറ്റർ ഐ ഫൗണ്ട് ഇറ്റ് ഓൺ ദി ടേബിൾ ഇൻ മൈ റൂം. ഓക്കെ, ജോലി തീർന്ന ശേഷം കുറച്ചു നേരം ഇരുന്ന് ഞാൻ ഫോണിൽ ചില വീഡിയോകൾ കണ്ടു. ജോലി തീർന്ന ശേഷം കുറച്ചു നേരം ഇരുന്ന് ഞാൻ ഫോണിൽ ചില വീഡിയോകൾ കണ്ടു. ഇങ്ങനെ പറയാം. ആഫ്റ്റർ ഫിനിഷിംഗ് മൈ വർക്ക്. എന്റെ വർക്കുകൾ തീർന്ന ശേഷം ഐ സാറ്റ് ഡൗൺ ഫോർ എ വൈൽ. കുറച്ചു നേരം ഇരുന്ന് ആൻഡ് വാച്ച്ഡ് സം വീഡിയോസ് മൈ ഫോൺ. ആഫ്റ്റർ ഫിനിഷിംഗ് മൈ വർക്ക് ഐ സാറ്റ് ഡൗൺ for a while, watched some videos on my phone. എനിക്ക് ക്ഷീണം തോന്നിയിരുന്നെങ്കിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ജോലികളും പൂർത്തിയാക്കി എന്നെങ്ങനെ പറയാ? ഇതൊക്കെ നമ്മൾ പറയുന്ന സെന്റൻസ് ആണല്ലോ. എനിക്ക് ക്ഷീണം തോന്നിയിരുന്നെങ്കിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാ ജോലികളും പൂർത്തിയാക്കി. തോന്നിയിരുന്നെങ്കിലും അവിടെ നമ്മൾ ഓൾദോ യൂസ് ചെയ്ത് പറയണം, അല്ലേ? അതായത് എനിക്ക് ക്ഷീണം ഉണ്ടായിട്ടും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ജോലിയും പൂർത്തിയാക്കി എന്നാണ്. ഓൾദോ ഐ വാസ് ഫീലിംഗ് ടയേർഡ് ഐ കംപ്ലീറ്റഡ് ഓൾ മൈ ടാസ്ക്സ്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജോലികളും എന്നാണ്. അപ്പം ഐ കംപ്ലീറ്റഡ് ഓൾ മൈ ടാസ്ക്സ് ബിഫോർ ഗോയിങ് ടു ബെഡ്. അല്ലേ, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി. ഓക്കെ, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് പോയിരുന്നു, അതുകൊണ്ട് അടുത്ത ബസ്സിന് കാത്തിരിക്കേണ്ടി വന്നു. അല്ലേ, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് പോയിരുന്നു, അതുകൊണ്ട് അടുത്ത ബസ്സിന് കാത്തിരിക്കേണ്ടി വന്നു. When I reached the bus stop, the bus had already left.
സോ അതുകൊണ്ട് ഐ ഹാഡ് ടു ലേ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ്. സോ ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വൺ. When I reached the bus stop, the bus had already left. So I had to wait for the next one. Okay. ഞാൻ കുട കൊണ്ടുവന്നിരുന്നില്ല, അതുകൊണ്ട് വീട്ടിലേക്കുള്ള വഴിയിൽ നനഞ്ഞു പോയി. ഞാൻ കുട കൊണ്ടുവന്നിരുന്നില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴി നനഞ്ഞു പോയി എന്ന് പറയാണ്. I didn't bring an umbrella with me. ഞാൻ കുട കൊണ്ടുവന്നില്ല. So I got wet on the way home. അതുകൊണ്ട് വീട്ടിലേക്കുള്ള വഴിയിൽ ഞാൻ നനഞ്ഞു. ഓക്കെ. ഞാൻ സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. എങ്ങനെ പറയാ? ഞാൻ സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഇവിടെ രണ്ട് സംഭവം ഒരുമിച്ച് നടക്കുകയാണ്. ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയാണ്. സോ നമുക്കവിടെ വൈൽ യൂസ് ചെയ്ത് പറയാം. വൈൽ ഐ വാസ് ടോക്കിംഗ് ടു മൈ ഫ്രണ്ട് ഓൺ ദ ഫോൺ. ഞാൻ ഫോണിൽ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ദ പവർ വെന്റ് ഔട്ട് സഡൻലി. ദ പവർ വെന്റ് ഔട്ട് സഡൻലി. പെട്ടെന്ന് കറണ്ട് പോയി എന്നാണ്. അപ്പം വൈൽ ഐ വാസ് ടോക്കിംഗ് ടു മൈ ഫ്രണ്ട് ഓൺ ദ ഫോൺ ദ പവർ വെന്റ് ഔട്ട് സഡൻലി. ഓക്കെ. ഞാൻ ഭക്ഷണം കഴിച്ച ശേഷം മേശ വൃത്തിയാക്കുകയും എല്ലാ പാത്രങ്ങളും കഴുകുകയും ചെയ്തു. ഞാൻ ഭക്ഷണം കഴിച്ച ശേഷം മേശ വൃത്തിയാക്കുകയും എല്ലാ പാത്രങ്ങളും കഴുകുകയും ചെയ്തു. ആഫ്റ്റർ ഐ ഫിനിഷ്ഡ് ഈറ്റിംഗ്. ഞാൻ ഭക്ഷണം കഴിച്ച ശേഷം ഐ ക്ലീൻഡ് ദ ടേബിൾ ആൻഡ് വാഷ്ഡ് ഓൾ ദ ഡിഷസ്. ആഫ്റ്റർ ഐ ഫിനിഷ്ഡ് ഈറ്റിംഗ് ഐ ക്ലീൻഡ് ദ ടേബിൾ ആൻഡ് വാഷ്ഡ് ഓൾ ദ ഡിഷസ്. ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി. ഇപ്പോ ഭക്ഷണം കഴിച്ച ശേഷം ടേബിളും വൃത്തിയാക്കി. ഓക്കെ. ഞാൻ ജോലിയിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ എന്റെ കുട്ടികൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാ? When I got home from work. ഞാൻ ജോലിയിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ my children were already waiting for me. എന്റെ കുട്ടികൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ തിരക്കിലായത് കൊണ്ട് ഇത് പൂർണ്ണമായും മറന്നുപോയി. ഇന്നലെ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ തിരക്കിലായതുകൊണ്ട് പൂർണ്ണമായും അത് മറന്നുപോയി. ഐ വാണ്ടഡ് ടു കോൾ യു യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നിന്നെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതായത് വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. യു വാണ്ടഡ് ടു കോൾ യു യെസ്റ്റർഡേ ബട്ട് ഐ വാസ് ബിസി ആൻഡ് കംപ്ലീറ്റ്ലി ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ പൂർണ്ണമായും അത് മറന്നുപോയി. ഓക്കെ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും പരിപാടി തുടങ്ങിയിരുന്നു. ഇങ്ങനെ പറയാ, എത്തുമ്പോഴേക്കും ബൈ ദ ടൈം വി അറൈവ്ഡ് ദർ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ദ പ്രോഗ്രാം ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ബൈ ദ ടൈം വി അറൈവ്ഡ് ദർ ദ പ്രോഗ്രാം ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഓക്കെ. അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ലോങ് സെന്റൻസുകളാണ്. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മണിക്കൂറുകളോളം പഠിച്ചിട്ടും എനിക്കെല്ലാം തീർക്കാൻ കഴിഞ്ഞില്ല. മണിക്കൂറുകളോളം പഠിച്ചിട്ടും എനിക്കെല്ലാം തീർക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ ഈവൻ ദോ യൂസ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെന്റൻസിലൊക്കെ സോ, ഓൾദോ, വൈല്, വെന്നെ ഇവയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മണിക്കൂറുകളോളം ഞാൻ പഠിച്ചിട്ടും എനിക്ക് എല്ലാം തീർക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയും. ഒന്ന് ട്രൈ ചെയ്യുക. താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.